കുളിച്ച് റെഡിയൊക്കെ ആയി ഇവിടെ രാവിലെ സമയത്ത് തന്നെ ഞാൻ എഴുന്നേറ്റു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റു. എന്നാൽ നാട്ടിൽ 3.5 മണിക്കൂർ പുറത്തേക്ക് കഴിഞ്ഞ് 2:30. നമ്മൾ നോർമലി കിടക്കുന്ന സമയത്ത് ഞാൻ എന്താണ് എഴുന്നേറ്റു. ബട്ട് ഇതാണ് എൻ്റെ മുറി എന്നുള്ള വ്യൂ. പുറത്തിപ്പം 2 ഡിഗ്രീസ് തന്നെയാണ്. ഞാൻ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും നേരത്തെ ഇന്നലെ മേടിച്ച അതേ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് തന്നെ ഞാൻ പോയി മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ക്ലോത്തിങ് ഇട്ടിട്ട് വേണം ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചത്തു. ഞാൻ ഇന്നലെ പാതിരാത്രി ഉറങ്ങാണ്ടിരുന്നു. കുറച്ച് ഐഡിനറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉറങ്ങാണ്ടിരുന്നല്ല ഉറങ്ങി, പക്ഷേ കുറച്ച് ഐഡിനറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഐഡിയ ഉണ്ട്. ഇന്നത്തെ ഫുൾ ഐഡിനറി എൻ്റെയാണ്, വേറെ ആർക്കും അതിൽ പങ്കില്ല, എൻ്റെയാണ്. ഫണി തിങ് ഇസ്, ഞാൻ എൻ്റെ ഒരു ലോജിടെക്കിൻ്റെ ജാക്കറ്റ് ഉണ്ട്, ഞാൻ അതെടുത്ത് തരാൻ പറഞ്ഞിട്ട് അമ്മ എനിക്ക് കിട്ടുന്ന സാധനം എന്താ അറിയാം? നല്ലതാ. അവിടെയും ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ ബാക്കിലെങ്ങാണ്ടാണ് ഗ്രാൻഡ് ഹയാത്തും കുന്ത്രണ്ടും ഒക്കെ. അങ്ങോട്ട് അത്രയും ദൈവമല്ല ഞാൻ, അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാർ നിൽക്കുന്നിടത്തൊക്കെ നിൽക്കുന്നത്. ഇൻസ്റ്റോറിലുള്ള ചേട്ടനോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടോയെന്ന്. പുള്ളി ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഇതാണ് നോർമൽ ഒരു കൺവീനിയൻസ് സ്റ്റോറ്. ഇവിടെ വൈൻ ലിക്കർ സാധനങ്ങളെല്ലാം കൊറിയൻ വോണാണ്. ഗോ ഹ്യൂജ് സെലക്ഷൻ ഓഫ് ഐസ്ക്രീം. പക്ഷേ നമ്മൾ ഈ തണുപ്പത്ത് ഐസ്ക്രീം കൂടെ വാരി തിന്നു കഴിഞ്ഞാൽ എൻ്റെ ഊപ്പാടിളകുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നോട്ട് ബൈയിങ് എനി ഓഫ് ദീസ് ഇപ്പോഴത്തേക്ക് എന്താണെങ്കിൽ. ആൻഡ് ഭയങ്കര അഡ്വഞ്ചർ ഫുഡിന് വേണ്ടി ഇപ്പോഴത്തേക്ക് പോകുന്നില്ല. ദാറ്റ് സോക്സ്. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ചേച്ചിട്ട് കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ മേടിക്കാം. അപ്പോൾ ഭയങ്കര അഡ്വഞ്ചർ ഫുഡിനൊന്നും പോകുന്നില്ല. ഇന്നലെ മേടിച്ച പോലെ തന്നെ എന്തെങ്കിലും പാക്കേജ്ഡ് ഡെയിലി ഐറ്റം പോലത്തെ എന്തെങ്കിലും മേടിക്കുന്നുള്ളൂ. എന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് രാവിലെ ഇറങ്ങാനുള്ളതാണ്. സോ ലൈക്ക് എവറിത്തിങ്, ബാർബിക്യൂ മറ്റു സാധനവും എല്ലാ സാധനവും എടുക്കാനായിട്ട്. സെൽഫ് ഹെൽപ്പ് റാമൻ സ്റ്റേഷനും കൂടെ ഉണ്ട് കേട്ടോ. അഗെയിൻ എനിക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഞാൻ ഉപയോഗിച്ചാൽ ഇപ്പോൾ, പക്ഷേ ഡെഫിനറ്റ്ലി അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ എനിക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ലുക്ക് അറ്റ് ദ കളക്ഷൻ ഓഫ് റാമൻ ആൻഡ് സ്റ്റഫ്. മൈ ഗോഡ്. ബാക്ക് ഇവിടെ ചെക്കൗട്ട് ചെയ്യുവാണ്. ആൻഡ് വീണ്ടും കൊറിയയിൽ വരുവാണെങ്കിലത്തേക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് നിവർ മാപ്സ്. നിവർ മാപ്പിൻ്റെ അകത്ത് എല്ലാ സാധനവും എങ്ങോട്ട് പോകണം, എങ്ങനെ കയറണം, എവിടെ നിന്ന് പോകണം, എവിടെ നിന്ന് എത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നിവർ മാപ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് സ്റ്റോപ്പ് ഈസ് സോൾ ഫോറസ്റ്റ് പാർക്ക്. സ്ഥലം ഫ്രീ ആണ്, പക്ഷേ രാവിലെ അവിടെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയൊക്കെയാണെന്നാണ് കണ്ടത്. സോ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. ബസ് മാറിപ്പോയി ഞാൻ പിന്നെയും നടക്കുവാണ്. ഐ തിങ്ക് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ എയർപോർട്ട് റെയിൽ സ്റ്റേഷൻ എങ്ങാണ്ടാണ്. എയർപോർട്ട് സ്റ്റേഷനോ എന്താണെന്നാണ്. അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ഇഞ്ചിയൻ ഐലൻഡിൽ നിന്ന് ഇറങ്ങി മെയിൻലാൻഡിലേക്ക് പോകാനായിട്ട് ഉള്ള സ്ഥലമാണ്. ഐ തിങ്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. ഞാനിപ്പോൾ നടക്കാം. നമുക്ക് ഈ നടത്തം തന്നെയാണുള്ളത്. കുറേ വേണ്ടി ഞാൻ നടക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. പക്ഷേ ഇത്തവണ ഐ എം ബെറ്റർ എക്വിപ്ഡ്, അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ഓൾസോ ഇവിടെ വഴിയുടെ സൈഡിൽ ഈ സ്കൂട്ടറും സൈക്കിളും ഇതെല്ലാം ഇരിക്കുന്നത് ലൈക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് സെൽഫ് സർവീസ് ഊബർ പോലെ. നമ്മൾ അവരുടെ ആപ്പിൽ പോയിട്ട് സാധനം ബുക്ക് ചെയ്യുക, എവിടെ പിക്കപ്പ് ചെയ്യുന്നതെന്ന് കാണിക്കുക, എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ഉദ്ദേശിക്കുക, എന്നിട്ട് നമുക്ക് റെൻറ്റ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് സെൽഫ് സർവീസ് ഊബർ. ആൾക്കാർ ഇതേ പോകണം, കാണാമോ? കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയിട്ട് ഞാൻ കാണിക്കാം. ശരിക്കും ഈ സൈക്കിൾ ലെയിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലവർ കൊണ്ടുവരണം കേട്ടോ. ദോ ഇങ്ങനെ സൈക്കിളും സാധനമൊക്കെ ഇങ്ങനെ വെച്ച് നമ്മുടെ നാട്ടിൽ മിസ്യൂസ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഭയങ്കര കിള്ളുമായിരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതോ ഒരിക്കലും നടക്കത്തില്ല, ബട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സംഭവം. നമ്മളിപ്പോൾ ഇവിടെയാണ്. നമ്മുടെ ഉദ്ദേശം ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ചൊങ്ന ഇൻ്റർനാഷണൽ സിറ്റി ഇവിടെ ഇറങ്ങാനായിട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് അടുത്തൊരു ട്രെയിൻ പിടിച്ചിട്ട് വി നീഡ് ടു ഗോ ഈ താഴത്തോട്ടുള്ള വഴിയാണ് പോകണ്ടേ. ഞാൻ നോക്കട്ടെ കേട്ടോ, ഈ ട്രെയിനെങ്കിലും കറക്റ്റ് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതാളുണ്ട്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. സോൾ, മൈ സോൾ.
അവിടെ നമ്മളെ കാണോ കണ്ണാടി പോലെ കാണും. സോ ദിസ് ഈസ് ദ സോൾ ഫോറസ്റ്റ്. ഞാൻ ഇവിടെ ഗേറ്റ് നമ്പർ 2-ലാണ് വന്നേക്കുന്നത്. ഡയറക്റ്റ് ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എന്ത് ആൾക്കൂട്ടമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ സോൾ ഫോറസ്റ്റിൻ്റെ ഗൈഡ് മാപ്പ് ഞാൻ നോക്കട്ടെ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാവുമെന്നുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളെവിടെയാണ്? ഞാൻ ഗേറ്റ് നമ്പർ 2-ലാണ്. 2 ഞാൻ ഇവിടെയാണ് ഞാൻ. നമുക്കപ്പോൾ ഇങ്ങനെ ഈ കറക്റ്റ് ഓർഡറിൽ തന്നെ അങ്ങ് പോവാം. 1 2 3 4 5 6. അപ്പോൾ നമുക്ക് ഈ ഓർഡറിൽ തന്നെ പോവാം. ഇവിടെ എത്ര സാധനമുണ്ട് കാണാനായിട്ട്? 42 അല്ലേ? ഒരു ഓട്ടം ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചത്ത് കിടക്കുന്ന മരമൊക്കെ ഉണ്ടല്ലോ, ഈ സാധനമൊക്കെ നല്ല പുഷ്ടിപ്പെട്ട് ജീവനോടിരിക്കുന്നതൊക്കെ കാണും. ഇപ്പോൾ ഇറ്റ്സ് ഓൾ ഗോൺ, ഇറ്റ്സ് ഓൾ കോൾഡ്. പക്ഷേ കൊറിയയിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ചെറി ബ്ലോസം സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെയർ ഇറ്റ് ഈസ്. അപ്പോൾ എന്നാൽ നമ്മുടെ ഐഡിനറി അനുസരിച്ചിട്ട് ഇതുള്ള സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട്. എന്നാണ് ഇന്നൊന്നും കാണാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇതാണ് എനിവേ സോൾ ഫോറസ്റ്റ്. ഫോറസ്റ്റ് ചത്തിരിക്കുന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനായിട്ട് കിട്ടിയില്ല. എൻ്റെ അജണ്ട അനുസരിച്ച് നെക്സ്റ്റ് സ്ഥലം ഇവിടുന്ന് ഒറ്റൊരു സ്റ്റോപ്പേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് മെട്രോവിൻ്റെ സ്റ്റേഷൻ വരെ നടക്കാൻ ഞാനിപ്പോൾ സോൾ ഫോറസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലാണ് നിൽക്കുന്നത്. സോ ഇവിടുന്ന് അപ്പർ സൈഡിലേക്ക് പോയിട്ട് ഒരു 8-10 മിനിറ്റ് നടന്നിട്ട് അവിടെ നിന്ന് ഒരു 6 മിനിറ്റും കൂടെ എടുക്കും. നമ്മുടെ ഇത് കണ്ട അവിടെ നിന്ന് ഒരു 6 മിനിറ്റും കൂടെ എടുക്കും നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. നടക്കുവാണെങ്കിൽ എനിക്കിവിടെ നിന്ന് സോങ്സിങ്ഡെയോ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഹാൻ റിവറിൻ്റെ മേളിൽ കൂടെ ഉള്ള ക്രോസിംഗ് ആണ്. ആൻഡ് അത് നടന്നു കഴിഞ്ഞാൽ 30 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു നടക്കുന്നതല്ല, നമുക്ക് നടത്തുന്നത് തന്നെയല്ല. പക്ഷേ ദ ഗുഡ് തിങ് ഇസ് നടക്കുമ്പോഴത്തേക്കും ഫോട്ടോയും വീഡിയോയും സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. മെട്രോ ഇരിക്കുമ്പോഴത്തേക്കും എടുക്കാൻ പറ്റത്തില്ല, എല്ലാം പെട്ടെന്ന് കൂടെ, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ സാധനങ്ങളൊക്കെ പോകുന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ഇവിടെ ട്രാഫിക് നോക്ക്, അതൊരു ഇൻ്റർസെക്ഷനാണ്. ലുക്ക് ദാറ്റ്, ഒരു ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ വേറൊരു സംഭവം ഞാനിവിടെ കണ്ടുപിടിച്ചത്, ഏത് ലോട്ട് ഓഫ് മിനി കൂപ്പേഴ്സ്. ഞാനിപ്പോൾ ഈ റോട്ടിൽ ഞാൻ ഇപ്പം നടന്നു തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ 6 മിനി കൂപ്പർ കണ്ടു. ഇവിടെ വില കുറവായതുകൊണ്ടാണോ അത് ഞാൻ കാണുന്ന ഫുൾ റിച്ച് പാർട്ടികളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ there's a lot of these. ഓ ഇതേ ഒരു പോർഷ് പോകുന്നു, ഇതേ പോണു ഇവിടെ ഉണ്ട് കേട്ടോ. വണ്ടിക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഐ തിങ്ക് പ്രോപ്പർ സോളിലോ അല്ലെങ്കിൽ പ്രോപ്പർ ബുസാനിലും കണ്ടാന്ന് തോന്നുന്നു. ലൈക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കാണാൻ മാത്രമുള്ളത് സോളിൽ, ലൈക്ക് പ്രോപ്പർ സോളിലാണെന്ന് തോന്നുന്നു. ഇന്നെന്താണെങ്കിൽ ഒന്നും കാണത്തില്ല. ഇന്ന് ഞാൻ തിരിച്ച് നമ്മുടെ അക്കോമഡേഷൻ തിരിച്ച് ഇൻഷുറൻസിലേക്ക് പോകണം. ഇന്ന് അടയുന്ന ചേച്ചിയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവരായിട്ട് നമുക്ക് മീറ്റപ്പ് ചെയ്യണം. ഇതോ ഞാൻ ഇവിടെ നടന്നെത്തിയത് കാണിച്ചു തരാം. നടന്ന് ബ്രിഡ്ജിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക, നല്ല തണുത്ത കാറ്റുണ്ട്. ഇതോ ഇന്നലത്തെ പോലെ അത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഒന്ന് ഉച്ച സമയമാണ്, അതുകൊണ്ട് ഫീൽ ചെയ്യാത്തതായിരിക്കും. പക്ഷെ അതല്ലാണ്ട് ഐ ഫീൽ ലൈക്ക് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ആസ് കോൾഡ് ആസ് യെസ്റ്റർഡേ. പിന്നെ അവിടെ സൈഡിൽ കുറേ ഇത് ബിൽഡിങ് കുന്തറണ്ടൊക്കെ ഉണ്ട്. രാത്രി സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെറും കിഡിലുമായിരുന്നു കേട്ടോ. ചിലപ്പോൾ
അങ്ങ് ദൂരെ you can see the traffic. ആൻഡ് ഈ കാണുന്നതുണ്ടോ ഹാൻ റിവർ? ഞാൻ ക്രോസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതേ നമ്മളിപ്പോഴും തുടക്കത്തിലാണ്. ക്രോസട്ടെ. ഇത് ഹാൻ റിവർ ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ആ കാണുന്ന ഒരു ബ്രിഡ്ജ്, ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഉണ്ട് ഒരു ബ്രിഡ്ജ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദോസ് ബ്രിഡ്ജ്. സോങ്സുങ് ഡോങ് അങ്ങനെ എന്താണ് ഇത് ബ്രിഡ്ജിൻ്റെ പേര്. കറക്റ്റ് ഞാൻ നോക്കിയിട്ട് താഴെ ഇട്ടേക്കാം. അതെ, ഇവിടെ താഴെ ഇട്ടേക്കാം ഈ ബ്രിഡ്ജിൻ്റെ പേര് കറക്റ്റ്. പക്ഷേ ദിസ് ഇസ് ദ ഹാൻ റിവർ ക്രോസിംഗ്. If I'm not wrong, that is the 5th tallest building in the world. അതിൻ്റെ മേളിൽ ഒബ്സർവേഷൻ ഡെക്കും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ മെട്രോ എടുക്കാനും നടന്നിട്ട് ഐ ആക്ച്വലി ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇങ്ങനെ. ലൈക്ക് ഐ റാദർ ജസ്റ്റ് ഇങ്ങനെ ചില്ല് നടന്ന് കണ്ടു കഴിഞ്ഞാൽ ഐ വുഡ് ബി മോർ ഹാപ്പിയർ. കാരണം ഇങ്ങനെ എന്താ പറയുക, സമാധാനം എടുത്ത് ഫോട്ടോ എടുക്കാം, വേണമെങ്കിൽ വെറുതെ നിൽക്കാം, ആരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദി ഓൺലി തിങ് ഐ എം മിസ്സിങ് ഇസ് എൻ്റെ പ്രോപ്പർ ക്യാമറ. ഐ തിങ്ക് ഞാൻ ഇനി ഉദ്ദേശമുള്ളത് ഇപ്പോൾ ആ ഒരു കെ സ്ട്രീറ്റ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സാംസങ്ങിൻ്റെ സ്റ്റോറിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാഫീൽഡ് ലൈബ്രറിയിൽ പോകുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ആണ് ഞാൻ ആ ടവറിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു 6 മണിക്കുള്ളിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ ഐ വുഡ് ബി വെരി ഹാപ്പി. കാരണം സൺസെറ്റ് ടൈമിൽ ആ ഒരു ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് സോൾ സിറ്റി കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഓൾറെഡി എൻസോൾ ടവറിൽ പോകുന്നുണ്ട്, നാംസാൻ ടവറിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ സോൾ സ്കൈ ഈ എന്താ പറയുക, ഇനീഷ്യൽ ചേച്ചിയോട് ഉള്ള ഐറ്റിനറിയിൽ സോൾ സ്കൈ നമ്മൾ കവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓൾറെഡി പോകുന്നില്ലാത്ത സ്ഥലങ്ങൾ ഞാൻ സ്വന്തമായിട്ട് കവർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ഇന്നെന്താണെങ്കിൽ തിരിച്ച് നമ്മൾ ഇൻഷുറിലേക്ക് പോകണം. നമ്മൾ ഇന്നലെ അക്കോമഡേഷൻ ഉണ്ടായിരുന്ന അവിടത്തേക്ക് തന്നെ തിരിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ ഒരു 8 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം വൈൻഡപ്പ് ചെയ്യണം. അവിടെ ടവറിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിലേക്ക് ഞാൻ ഇവിടുത്തെ ഒളിമ്പിക് പാർക്ക്, അതായത് ഇവിടെ ഒളിമ്പിക്സ് നടന്ന ആ ഒരു സ്റ്റേഡിയവും ആ ഒരു പാർക്കും ആ കാര്യം കൊണ്ടൊന്ന് കവർ ചെയ്യാനായിട്ട് നോക്കും. എന്നിട്ട് തിരിച്ചു പോവാം. സോ അതാണ് ഇന്നത്തേക്കുള്ള പ്ലാൻസ്. ഇപ്പോൾ ഉണ്ടല്ലോ ഫോട്ടോ ഇടുമ്പോൾ എല്ലാവരും പ്രൊമോഷനായിട്ടാണോ പോകുന്നത്. ആ സ്വന്തം പൈസ കൊടുത്ത് പോയാലും പ്രശ്നമാണോ ദൈവമേ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അത്രയും വലിയ കെട്ടിലൊന്നും അല്ല അവരെന്നെ പറഞ്ഞു വിടാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. ഒറ്റയ്ക്കല്ല, ചേച്ചിയും കൂടെ വരുന്നുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ വന്നതാണ്. ആരും കൊണ്ടുപോകുന്നതല്ല. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ദാറ്റ് ഔട്ട് ഓഫ് ദ വേ. അയ്യോ, ഞാനിവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കട്ടെ. കാണിച്ചു തരാം. അതെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. പോലീസ് വണ്ടി. അയ്യയ്യ, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ കെ സ്റ്റാർ റോഡിന് അങ്ങോട്ടേക്ക് കയറാനിരിക്കുന്നതാണ്. ഇത് കെ സ്റ്റാർ റോഡിൻ്റെ മാപ്പും സാധനങ്ങളെല്ലാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫിഗറീൻസ് പോലത്തെ സാധനങ്ങൾ ഓരോ കേപോപ്പ് ഗ്രൂപ്പുകളുടെയും ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് BTS മറിച്ച് എല്ലാ ഗ്രൂപ്പുകൾക്കും ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ആ മാപ്പ് ഒന്ന് പഠിച്ചിട്ട് അപ്പുറത്തേക്ക് പോകണമെന്നാണ് ആലോചിക്കുന്നത്. അതെയോ എനിക്കറിയത്തില്ല. ഇവിടെ അടിയിൽ ഞാൻ നോക്കട്ടെ. കെ സ്റ്റാർ റോഡ്. ഈ സാധനം നമുക്ക് ഫോളോ ചെയ്താൽ മതി. ഞാൻ നോക്കട്ടെ ഇവിടെ എന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതിനെ അറിയാനായിട്ട്. SM എൻ്റർടൈൻമെൻറ്റ് ഇവിടെ എത്തി ഞാൻ.
ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും കണ്ടോ എല്ലാം ഈ ലക്ഷറി ബ്രാൻഡുകളാണ്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെയാണ്. സോ 13 ആണ് BTS. ഇനി അപ്പുറത്തേക്ക് പോയി കാണുമ്പോഴത്തേക്കുള്ള സാധനങ്ങൾ ദർ ഈസ് B14A4 വിക്സ് എനിക്കറിയാവുന്ന ബ്രാൻഡാണ്. ഇൻഫിനിറ്റ് കാർ ആൻഡ് ബ്ലോക്ക് B. പക്ഷേ ഇതെല്ലാം ഒരു നല്ല ദൂരെയാണ്. ഞാൻ ഇനി നടന്ന വഴിയിലൊന്ന് തിരിച്ച് നടക്കണം. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇപ്പോൾ സമയം കറൻ്റ്ലി 2 മണിയായി. ഐ ഹാവ് 4 hours. 4 മണിക്കൂറുണ്ട് എനിക്ക് 2 സെറ്റ് സാധനങ്ങൾ കാണാനായിട്ട് നമ്മുടെ ടവറിൽ പോയി ടിക്കറ്റ് ഇടണമെന്ന് നോക്കുന്നതിന് മുമ്പ്. അപ്പോൾ ശരി, നോക്കട്ടെ. ഞാനാണല്ലോ എന്നാലും പോകുന്ന വഴിക്ക് ഇവിടെ PSG ചിരിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കണ്ടു. അപ്പം വെള്ളം വേണം. വെള്ളം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ലാണ്ടേ ഞാനൊരു ചെറിയൊരു ഈ സാധനവും കൂടെ മേടിച്ചു. ഇതെന്ത് സാധനമൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ മേടിച്ചു. എന്നെ എത്രയാണ് 800-ന് 2 എണ്ണം കിട്ടി ഈ സാധനം. സോ സ്നാക്ക് തിന്ന് നോക്കിയിട്ടേ ഞാൻ പറയാം കേട്ടോ. തിന്ന് നോക്കട്ടെ, വിശക്കുന്നു. സ്റ്റേഷൻ ഇറങ്ങി കഴിയുമ്പോൾ ഫുൾ പ്രൊമോഷനാണ്, എന്തോ ഗെയിം പോലത്തെ സാധനത്തിൻ്റെ. അതല്ലാണ്ട് വേറൊരു കാര്യം കൂടെ, ഈ സാധനം നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ടോ അവിടെ? ഇതെന്തോ ഗെയിമാണ്. എന്ത് ഗെയിമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെന്തോ ഗെയിമാണ്. ഫുൾ ഈ പ്രൊമോഷൻ ബാനറാണ് കേട്ടോ ചുറ്റും എല്ലായിടത്തും. എനിക്ക് പോകേണ്ടത് ഇവിടെ നേരെ പുറത്തോട്ടാണ്, മേളിലോട്ടാണ്. ഞാൻ മേളിലോട്ട് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ, അടുത്ത സ്ഥലത്തോട്ട്. 3000 കീ ചെയിനാണ്, 1 ഹെഡ് ബാൻഡ്, കുറച്ച് അത് സാധനങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ മേടിക്കാനായിട്ട് കേട്ടോ. പക്ഷേ എനിക്ക് വേണമെന്ന് ഒന്നും തോന്നിയില്ല, അതുകൊണ്ടൊന്നും മേടിക്കുന്നില്ല. നമ്മളൊന്നും മേടിക്കുന്നില്ല. വി ആർ ജസ്റ്റ് ഗോയിങ്. നോക്കട്ടെ എന്താണ് ഈ സ്ഥലത്തേക്ക്. ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ലെങ്കിലും ഇവിടെ കുറേ മൊത്തം ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. സോ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് അതർ ചാൻസസ് ടു ബൈ സ്റ്റഫ്. ഞാൻ നോക്കട്ടെ കേട്ടോ. ടിക്കറ്റ് സ്പെയർബി സ്പൈഡർമാൻ ഉണ്ടംപുരി മാക്സ് സേഫ് കേസിൻ്റെ പുറകെ വെച്ചിട്ട് ക്യാരി ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും അതും ഇതൊക്കെ. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടാവട്ടെ മേടിക്കാനായിട്ട്.